നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വിശദീകരണം ചോദിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെല്ലാവരും സംഘപരിവാറുകാരാണ് എന്നും ഏതെങ്കിലും ഒരു നിക്ഷിപ്ത താല്പര്യക്കാരാണ് എന്നും അവരെല്ലാവരും തന്നെ ഒരു ഇസ്ലാം മത വിദ്വേഷികളാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അജണ്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു രീതിയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ പല രീതിയിലും പല കാര്യങ്ങളിൽ രാഷ്ട്രീയക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമക്കാരായിക്കോട്ടെ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തെല്ലാം തന്നെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ എനിക്ക് തോന്നുന്നത് കടുവ എന്നാണെന്ന് തോന്നുന്നു. ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിലൊരു പ്രത്യേക സംഭാഷണം അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ഡയലോഗ് ആ സിനിമയിലുണ്ട്. ആ ഡയലോഗ് തെറ്റാണ് എന്ന രീതിയിലത്തേക്ക് ഒരു വലിയ ആരോപണം ഉണ്ടാകുന്നു. ആ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ആദ്യമൊന്നും ആ സിനിമക്കാർ അത് മൈൻഡ് ചെയ്തില്ല എങ്കിൽ പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ വളരെ കാര്യമായിട്ട് ഒരു പ്രചരണമായിട്ട് വരുന്ന സമയത്ത് ആ ഒരു സംഭാഷണം തിയേറ്ററുകളിൽ മ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നിർബന്ധിതരാവുകയും അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ഇറക്കുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് അയ്യോ, ഷാജി കൈലാസിനെ നമുക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്നതാണ്, അദ്ദേഹം പാവമല്ലേ, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ നമുക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്നതാണ്, അദ്ദേഹം പാവമല്ലേ എന്ന നിലയ്ക്കല്ല ആൾക്കാർ ചിന്തിക്കുന്നത്. ആൾക്കാർക്ക് അവരവരുടേതായിട്ടുള്ള ശരികളുണ്ട്, ധാരണകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഈ ആൾക്കാരുടെ എല്ലാം പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബാധ്യത കൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെ സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് മറുപടി പറയണം. അതിന് നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ് എന്നതൊന്നും തന്നെ പ്രത്യേകിച്ച് ബാധകമല്ല. സച്ചിൻ ടെണ്ടുൽക്കർ പോലും ബോൾ ടാമ്പറിങ്ങിന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അതർവൈസ് ഒരു ജെന്റിൽമാൻ ക്രിക്കറ്റർ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇവിടെ ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ചെയ്തതിന് ശേഷം ആ സിനിമയിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിക്കുന്നു എന്നതിന്റെ പേരിൽ തത്സമയ ടെലിവിഷൻ ചർച്ചകളിൽ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല, ഒന്നിലധികം ചർച്ചകളിൽ. അതേപോലെ നടൻ ഉണ്ണി മുകുന്ദനോട് ഇതേ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലത്തേക്ക് നിങ്ങൾക്ക് ചോദിക്കാമെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും ഇതൊരു ഹിന്ദു വിരുദ്ധതയാണ് ഇവർ പറയുന്നത് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞോ? ഇല്ല, ആ രീതിയിലത്തേക്കല്ല പറയുന്നത്. അപ്പൊ അത് ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് അവരവരുടെ വിശദീകരണം നൽകുന്നു. അങ്ങനെ ചോദിക്കുകയും എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മൗനം പാലിക്കുകയും ചെയ്യുക, മറ്റുള്ളവർ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെല്ലാം എന്തോ തെറ്റായിട്ടുള്ള രാഷ്ട്രീയം പിന്തുടരുന്ന ആൾക്കാരാണ്, അവരെല്ലാം വിദ്വേഷ പ്രചരണത്തിന്റെ ആൾക്കാരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അജണ്ട ബേസ്ഡ് ആണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ രീതിയിലത്തേക്കൊന്നും നിങ്ങൾ ഇതിനെ കരുതേണ്ടുന്ന കാര്യമില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആർക്കും തന്നെ ശ്രീ മമ്മൂട്ടി അവിശ്വാസമില്ല. ഇപ്പോ ഇദ്ദേഹം പറയുന്ന ശ്രീ ഷെർഷാദ് അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് മലയാളികൾക്ക് കൂടുതൽ പരിചയമുള്ളത് ശ്രീ മമ്മൂട്ടിയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാവുന്നതേ ഉള്ളൂ, ഇത് ഒരുപക്ഷെ ശ്രീ ഷെർഷാദിന്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ ഒരു ചാലഞ്ച് എന്താണ് എനിക്ക് തരുന്നത്, ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്ന രീതിയിലത്തേക്കൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. മുമ്പ് നമുക്കറിയാമല്ലോ, ഈ കസബ പോലെയുള്ള സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ എത്രത്തോളം തന്നെ ഒരു മെയിൽ ഷവനിസം കാണിക്കാം, അതിൽ എത്രത്തോളം സ്ത്രീവിരുദ്ധത കാണിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല നടന്മാരും ഇനിയുള്ള എൻ്റെ കഥാപാത്രങ്ങളുടെ സെലക്ഷനിൽ പോലും ഇതൊരു മേക്ക് ബിലീഫ് സാധനമാണ്, ഇതൊരു സിനിമയാണ്, ഇതൊരു ആവിഷ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള നടപടികളെ ഒന്നും തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്ക് ഇനി അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നടന്മാരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കല എന്ന് പറയുന്നതിൽ തന്നെ മറ്റു ചില അംശങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട്. അത് ഒരു നടൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ, ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ അവരുടെയൊക്കെ ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും ചുമതലയുമാണ് എന്ന് കൂടി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിൽ ഞാൻ ക്ലിയർ ആയിരിക്കണം, എന്റെ പൊസിഷൻ ക്ലിയർ ആയിരിക്കണം എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരോപണം നിഷേധിക്കുക, അല്ലെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്ന് പറയുക എന്നുള്ളതാണ്. അത് പറയാതിരിക്കുക എന്ന് പറയുകയും മറ്റുള്ള ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. പാടെ ഇഗ്നോർ ചെയ്തതിനു ശേഷം ഞാനിത് മറുപടി പറയേണ്ടത് വിഷയമല്ല എന്ന നിലയ്ക്ക് തന്നെ ശ്രീ മമ്മൂട്ടിക്ക് മുന്നേറാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ നാട്ടിലുള്ള ജനപ്രതിനിധികളടക്കം അദ്ദേഹത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തുന്ന ഒരു വലിയ വിഷയമായി കഴിഞ്ഞു എന്നതിനെപ്പറ്റി അദ്ദേഹം അക്നോളജ് ചെയ്യേണ്ടതാണ്. ആ സമയത്തെങ്കിലും അദ്ദേഹം ആ ഒരു വാക്ക് പറയേണ്ടതാണ്. കാരണം മലയാളി അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്ന പോയിന്റ്. അല്ലാതെ മമ്മൂട്ടി ഒരു തീവ്രവാദിയാണെന്നോ അദ്ദേഹം തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നോ അദ്ദേഹം ഒരു മതവെറിയനാണെന്നോ ഉള്ള അഭിപ്രായം ഒന്നും തന്നെ എനിക്കില്ല. പക്ഷെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദം ഉണ്ടാകുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ ഒരു ചുമതലയാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്.